അങ്ങനെ ക്ഷമയില്ലാത്ത ഞാൻ ക്ഷമ എന്താണെന്നുള്ളത് പഠിച്ച്. ഇന്നത്തെ വീഡിയോ എന്നെപ്പോലെ ക്ഷമയില്ലാത്ത ചില ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഞാനൊരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 മാസമായി ഞാനത് യൂസ് ചെയ്ത്. ഒരിക്കലത് ഹാങ് ആയിട്ട് സ്വിച്ച് ഓഫ് ആയി. അങ്ങനെ ഞാനത് സർവീസ് സെൻറ്ററിൽ വിളിച്ചു ചോദിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ റിപ്പയർ ചെയ്ത് കിട്ടാനായിട്ട് ഒരാഴ്ചയോളം സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അടുത്തുള്ളൊരു സർവീസ് സെൻറ്ററിൽ, അതായത് ഒരു ഫോൺ നന്നാക്കണ കടയിൽ കൊണ്ടുപോയിട്ട് അത് വാറണ്ടി ഉണ്ടായിട്ട് പോലും ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ കയ്യിൽ കൊടുത്ത് നന്നാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മദർ യൂണിറ്റ് CPU ഒന്നും പോയി, ഫോൺ ഉപയോഗിക്കാനും പറ്റൂല, കാശും പോയി. 4 മാസമായിട്ടുള്ള ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. നേരെ മറിച്ച് 2 ആഴ്ച സാവകാശം ഉണ്ടെങ്കിൽ പോലും ആ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫോൺ റീപ്ലേസ് ചെയ്ത് കിട്ടുമായിരുന്നു. അങ്ങനെ ക്ഷമയില്ലാത്ത ഞാൻ ക്ഷമ എന്താണെന്നുള്ളത് പഠിച്ച്. ഇപ്പം 4 ദിവസമായിട്ട് മൊബൈലും ഉണ്ടായിരുന്നില്ല. പൈസ കൊടുത്ത് വേറെ മൊബൈലും മേടിക്കേണ്ടി വന്ന്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ക്ഷമ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പഠിച്ച്.